സുഹൃത്തുക്കളെ, മനസ്സില്ലാതെയോ ഇഷ്ടത്തിന് വിരുദ്ധമായോ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തി നമുക്ക് ഭാരമാകും. എന്നാൽ ബുദ്ധിമാനായ ഒരാൾ വളരെ പ്രയാസമുള്ള ജോലി എളുപ്പമാകുന്നു. ഇന്നു ഞാൻ പറയാൻ പോകുന്ന കഥ ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഒരു ദിവസം മന്ത്രി രാജാവിനോട് തന്റെ രാജ്യത്ത് താമസിക്കുന്ന ഒരു പ്രശസ്ത തത്വചിന്തകനായ ലറ്റ്സു എന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ലറ്റ്സുവിന്റെ അസാധാരണമായ ജ്ഞാനത്തെയും ഉൾക്കാഴ്ചയെയും കുറിച്ച് മന്ത്രി പ്രശംസിച്ചു. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ജീവിത സത്യത്തിന്റെ താക്കോലാണ്, മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ അഭിപ്രായത്തിൽ ലറ്റ്സുവിന്റെ ഭൗതിക ശക്തിക്ക് ലോകത്താർക്കും തുല്യനാകാൻ കഴിയില്ല. ഇതെല്ലാം കേട്ട രാജാവ് ഈ മഹാനെ ഒരിക്കൽ കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചു. രാജാവ് പിറ്റേന്ന് രാവിലെ ലറ്റ്സുവിനെ കാണാൻ പുറപ്പെട്ടു. സാമ്രാജ്യത്തിന്റെ അവസാന അതിർത്തിയിലെ ഒരു കുന്നിൻ ചുവട്ടിലെ ഒരു ചെറിയ കുടിലിലാണ് ലറ്റ്സു താമസിച്ചിരുന്നത്. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു ലറ്റ്സുവിന്റെ കുടിൽ. വഴിയിൽ വെച്ച് ലറ്റ്സുവിനെ കുറിച്ച് ആളുകളോട് ചോദിച്ചുകൊണ്ടാണ് രാജാവ് യാത്ര ചെയ്തത്. ചോദിച്ചവരെല്ലാം അയാളെ പുകഴ്ത്തി സംസാരിച്ചു. അതെല്ലാം കേട്ട രാജാവ് ഈ വ്യക്തി വളരെ ബുദ്ധിമാനും വിദ്യാസമ്പന്നനും സ്വാധീനമുള്ളവനുമായിരിക്കുമെന്ന് ഉറപ്പിച്ചു കരുതി. വൈകുന്നേരം അദ്ദേഹം ലറ്റ്സുവിന്റെ കുടിലിലെത്തിയപ്പോൾ കുടിലിന് മുൻവശത്തുള്ള പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ കണ്ടു. ശരീരമാസകലം അഴുക്കുണ്ട്. രാജാവ് അയാളോട് ചോദിച്ചു, ലറ്റ്സു എവിടെ? ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അപ്പോൾ ആ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് അകത്തുപോയിരിക്കൂ, ഞാൻ ലറ്റ്സുവിനെ അങ്ങോട്ടയക്കാം. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ രാജാവ് അകത്തുപോയി ലറ്റ്സുവിനെ കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ലറ്റ്സു രാജാവിന്റെ മുന്നിൽ വന്ന് കൂപ്പുകൈകളോടെ വണങ്ങി. അവനെ കണ്ട രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, കുറച്ചു മുമ്പ് കുടിലിന്റെ മുൻവശത്തെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ആളല്ലേ നിങ്ങൾ? ലറ്റ്സു താഴ്മയോടെ പറഞ്ഞു, ക്ഷമിക്കണം രാജാവേ, ഞാനൊരു ചെറിയ ജോലിയിൽ വ്യാപൃതനായിരുന്നു. താങ്കളുടെ സന്ദർശനത്തിന്റെ കാരണം എന്നോട് പറഞ്ഞാലും. എന്റെ രാജ്യത്തിൽ നിങ്ങളെപ്പോലെ അത്ഭുതകരമായ മറ്റൊരു വ്യക്തിയില്ലെന്ന് ഞാൻ കേട്ടു. അതിനാൽ ഞാൻ താങ്കളെ കാണാൻ വന്നതാണ്. സ്വയം ഒരു തിരിച്ചറിവ് ലഭിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. രാജാവ് കുറച്ചു നേരം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ പക്കൽ ഒരു ഗ്രന്ഥമോ മറ്റു പുസ്തകമോ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ. പക്ഷേ താങ്കൾ തികച്ചും ശാന്തനാണ്. അതിന്റെ കാരണം എന്തെന്ന് പറയാമോ? ലറ്റ്സു പറഞ്ഞു, ഈ സംഭാഷണത്തിനുള്ള ശരിയായ സമയം അതിരാവിലെയാണ്. താങ്കൾ നാളെ സൂര്യോദയത്തിന് മുമ്പ് ഇവിടെ വന്നാലും. അന്നു രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ലറ്റ്സു എന്തു പറയുമെന്ന് അദ്ദേഹം അത്ഭുതത്തോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്നു രാവിലെ രാജാവ് ലറ്റ്സുവിന്റെ കുടിലിലെത്തി. പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ലറ്റ്സുവിനെ അദ്ദേഹം കണ്ടു. രാജാവിനെ കണ്ട ലറ്റ്സു അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഈ മരങ്ങളിലെല്ലാം വെള്ളമൊഴിക്കുക. 15 മരങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ മരങ്ങളും സാവധാനം നനയ്ക്കുക. എന്നാൽ മരങ്ങൾ നനയ്ക്കുമ്പോൾ താങ്കൾ മറ്റൊന്നും ചെയ്യരുത്, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. താങ്കളുടെ മനസ്സ് ആ മരങ്ങളിലും വെള്ളത്തിലും മാത്രമായിരിക്കണം. താങ്കളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത വന്നാൽ വീണ്ടും ആദ്യം മുതൽ നനയ്ക്കുക. മരങ്ങളെല്ലാം നനച്ചു കഴിഞ്ഞാൽ താങ്കൾ എൻ്റെ അടുക്കൽ വരണം. രാജാവിന് ഇത്തരമൊരു ജോലി ലഭിക്കുന്നത് ഇതാദ്യമാണ്. ലറ്റ്സു പറഞ്ഞതനുസരിച്ച് രാജാവ് ആദ്യത്തെ മരം പതുക്കെ നനയ്ക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മരത്തിനും വെള്ളം നനച്ചു. എന്നാൽ മൂന്നാമത്തെ മരം നനയ്ക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം പൂന്തോട്ടം ഓർമ്മ വന്നു. രാജാവ് വളരെ ബുദ്ധിമാനായ വ്യക്തിയായിരുന്നു. ലറ്റ്സുവിനെ പോലെയുള്ള തത്വചിന്തകൻ തന്റെ മനസ്സു മനസ്സിലാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ലറ്റ്സുവിനെ കബളിപ്പിച്ചാൽ അയാൾ അത് കണ്ടുപിടിക്കും. അതിനാൽ ലറ്റ്സു പറഞ്ഞതുപോലെ അദ്ദേഹം വീണ്ടും ആദ്യത്തെ മരം നനയ്ക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മരം നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ രാജാവ് തന്റെ നദിയെ ഓർത്തു. അദ്ദേഹം വളരെ അസ്വസ്ഥനായി. വീണ്ടും അദ്ദേഹം ആദ്യം മുതൽ നനയ്ക്കാൻ തുടങ്ങി. എത്ര ശ്രമിക്കും തോറും മനസ്സിൽ മറ്റു ചിന്തകൾ വരാൻ തുടങ്ങി. തന്റെ ലക്ഷ്യത്തിലെത്താൻ രാജാവിന് കഴിഞ്ഞില്ല. പ്രഭാതം വൈകുന്നേരമായി മാറി. പക്ഷേ രാജാവിന് അവസാനത്തെ മരത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം ക്ഷീണിതനായിരുന്നു. ആ സമയം ലറ്റ്സു രാജാവിന്റെ അടുത്തു ചെന്ന് പറഞ്ഞു, താങ്കളുടെ വിശ്വസ്തതയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതുകൊണ്ട് ഞാൻ താങ്കളോടൊരു കാര്യം പറയാം. നമ്മുടെ മനസ്സ് ചിന്തയിൽ നിന്നും പൂർണ്ണമായി മുക്തമാകുമ്പോൾ മനസ്സിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയാൻ കഴിയും. അപ്പോൾ എന്തു ചെറുതോ ബുദ്ധിമുട്ടുള്ളതോ ആയ പ്രവൃത്തിയും നമുക്ക് അനന്തമായ അറിവും സമാധാനവും നൽകും. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റു ചില ചിന്തകളുണ്ടാകും. അപ്പോൾ ലറ്റ്സു മറുപടി പറഞ്ഞു, താങ്കൾ മരങ്ങൾ നനയ്ക്കുകയായിരുന്നില്ല. താങ്കളുടെ ജോലി എത്രയും വേഗം പൂർത്തിയാക്കാനായിരുന്നു താങ്കൾ ശ്രമിച്ചിരുന്നത്. മരങ്ങൾ നനയ്ക്കുന്ന പ്രവൃത്തി വേഗം പൂർത്തിയാക്കാനും എത്രയും വേഗം എന്നോട് സംസാരിക്കാനുമാണ് താങ്കൾ ആഗ്രഹിച്ചത്. അങ്ങനെ ആ ജോലി താങ്കൾക്ക് ഭാരമായി മാറി. അതുകൊണ്ടാണ് താങ്കൾക്ക് ആ ഒരു നിമിഷം അനുഭവിക്കാൻ കഴിയാതെയായത്. ഈ നിമിഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് താങ്കൾ ബോധവാനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സമയത്തെ വിലമതിച്ചിരുന്നെങ്കിൽ, ആ മരത്തെയും വെള്ളത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കുമായിരുന്നു. പിന്നെ മറ്റൊരു ചിന്തയും താങ്കളുടെ മനസ്സിൽ വരില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്നാൽ ഈ നിമിഷത്തിൽ കുടുങ്ങിക്കിടക്കുക അസാധ്യമാണ്. അതിനു ഞാൻ ധ്യാനിക്കേണ്ടതുണ്ടോ? ലറ്റ്സു പറഞ്ഞു, ശാന്തമായ മനസ്സ് എല്ലായ്പ്പോഴും നമ്മളോടൊപ്പമുണ്ട്. ഇതിനായി നമുക്കൊരു ആശ്രമത്തിലേക്കോ വനത്തിലേക്കോ പോകേണ്ടതില്ല. നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും സമാധാനം നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്.
അതിനാൽ താങ്കളുടെ ശ്വാസം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതെന്തും ചെയ്യുക. താങ്കളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. താങ്കൾക്കിത് ചെയ്യാൻ കഴിയുമ്പോഴെല്ലാം താങ്കളുടെ വ്യതിചലിച്ച മനസ്സിനെ ഒരിടത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ മാത്രമേ താങ്കൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ. താങ്കൾ ഏകാഗ്രതയോടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ താങ്കളുടെ മനസ്സും ശരീരവും തലച്ചോറുമെല്ലാം ഒന്നാവുകയും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. തൽഫലമായി നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും ഒന്നാകുന്നു. നാം ആത്മജ്ഞാനം നേടുന്നു. നമ്മുടെ ശ്വാസം വളരെ നിഗൂഢമാണ്. അത് ഭൂതകാലവുമായി ചലിക്കുന്നില്ല, ഭാവിയുമായും ചലിക്കുന്നില്ല. അത് ഈ നിമിഷത്തിൽ മാത്രം നീങ്ങുന്നു. അതിനാൽ നാം നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം നമ്മുടെ ഭൂതകാലത്തെയോ ഭാവിയെയോ ഉപേക്ഷിച്ച് വർത്തമാനത്തിൽ ജീവിക്കും. നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മുടെ ഭൂതകാലത്തിലും ഭാവിയിലും നിന്നുമാണ് വരുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കെങ്ങനെ ഒരേ സമയം 2 തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ കഴിയും? ഒന്നുകിൽ ഞാൻ എൻ്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ശ്വസനത്തിൽ ശ്രദ്ധിച്ചാൽ എൻ്റെ ജോലി അവസാനിക്കില്ല. എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എൻ്റെ മുഴുവൻ ശ്രദ്ധയും എൻ്റെ ജോലിയിൽ കൊടുത്താൽ നല്ലതല്ലേ? ഇതെല്ലാം കേട്ട് ലെറ്റ്സു പറഞ്ഞു, കുറച്ചു മുമ്പ് താങ്കൾ മരങ്ങൾ നനയ്ക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ മറ്റു ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് താങ്കളുടെ ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക? ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശീലം വളർത്തിയെടുക്കണം. നമുക്ക് എല്ലാ സമയത്തും ജോലി ചെയ്യാൻ കഴിയില്ല, എന്നാൽ നമ്മുടെ ശ്വാസം എല്ലാ സമയത്തും തുടരുന്നു. നിങ്ങളെ അലട്ടുന്ന മറ്റെന്തെങ്കിലും ചിന്തകൾ വന്നാൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ ഈ നിമിഷത്തിലാണെന്ന് ഓർക്കാൻ അത് നമ്മെ സഹായിക്കും. മനസ്സ് ഏകാഗ്രമായാൽ പിന്നെ മറ്റു ചിന്തകളൊന്നും വരില്ല. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിന് എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ചുമതല ഇനി ഒരു ഭാരമല്ല. എന്നാൽ ഇത് ചെയ്യുന്നതിന് നിങ്ങൾ ലോകത്തിനെതിരായി നിൽക്കണം. ഈ ലോകത്ത് ഓരോ മനുഷ്യനും തമ്മിൽ മത്സരമുണ്ട്. എല്ലാവരും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനും തൻ്റെ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ആ ജോലി ഭാരമാകുന്നത്. സുഹൃത്തുക്കളെ, ചിന്താരഹിതമായ മനസ്സാണ് ധ്യാനത്തിന്റെ പരിസമാപ്തി. വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിച്ചാൽ നമ്മുടെ മനസ്സ് ആകുലതകളിൽ നിന്ന് മുക്തമാകും. വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള ശരിയായ മാർഗം ഒരാളുടെ ശ്വാസം കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇതിലൂടെ നമുക്ക് സന്നിഹിതരായിരിക്കാനും നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും.